ആദ്യം തന്നെ അഗ്രികൾച്ചർ, കൃഷിയുടെ പ്രാധാന്യം എന്താണ്? നമ്മൾ നോക്കിയാൽ അറിയാം, നമ്മുടെ ഇന്ത്യൻ ജനതയില് 68% ഇന്ത്യൻ ജനത അഗ്രികൾച്ചറിനെയാണ് ആശ്രയിക്കുന്നത്. അതായത് കർഷകരാണ് 68% ആൾക്കാര് എന്ന് പറയുന്നത്. അതിന്റെ ആ ഒരു മാർക്കറ്റിലേക്ക് കടക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു മാർക്കറ്റാണ്. കാരണം നമ്മളുടെ MI ലൈഫ് സ്റ്റൈലിന്റെ ഇന്ത്യ ഗ്രോയിൽ വരുന്ന പ്രൊഡക്ട്സ്, അഗ്രോ പ്രൊഡക്ട്സിനെ താരതമ്യം ചെയ്യാൻ പോലുമുള്ള ഒരു പ്രൊഡക്റ്റും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു വിശാലമായിട്ടുള്ള ഒരു മാർക്കറ്റാണ് നമുക്ക് മുൻപിൽ കിടക്കുന്നത്. നിങ്ങൾ ഇപ്പോ ഒരു ഫാർമറെ, ഒരു കർഷകനെ നിങ്ങൾ കൺവിൻസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തെ 3 വിളവുകളും അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന 10 വർഷത്തേക്കും കൂടി അയാൾ നിങ്ങളുടെ കസ്റ്റമറായി ഇരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു ഇന്ത്യൻ പെസ്റ്റിസൈഡ് മാർക്കറ്റിന്റെ സൈസ് എത്രത്തോളമാണ് എന്നുള്ളത്. അപ്പം ഈ ഒരു കാണിച്ചിരിക്കുന്ന ഈ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് $1,000,000 പറയുന്നത്. ഇപ്പൊ 2014 1,24,000 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യൻ പെസ്റ്റിസൈഡ്സ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 2015 ആകുമ്പോഴത്തേക്കും 1,45,000 ആയി. 2017 ആകുമ്പോഴത്തേക്കും അത് 2 ലക്ഷമായിട്ടാണ് മാറിയിരിക്കുന്നത്. അതായത് ആ ഒരു പെസ്റ്റിസൈഡ്, കീടനാശിനികൾ ഉപയോഗിക്കുന്നതിന്റെ അളവിൽ ഒരു വർധനവ് നമ്മൾക്ക് കാണാനായി സാധിക്കും. ഇനി ഒരു പെസ്റ്റിസൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം അതിൽ എന്ത് പെസ്റ്റിസൈഡ്സ് ഉണ്ട്? കെമിക്കൽ പെസ്റ്റിസൈഡ്സും ഉണ്ട്, ബയോ പെസ്റ്റിസൈഡ്സും ഉണ്ട്, അല്ലെ, ജൈവ വളങ്ങളും ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു അളവ് എത്രയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. 2015 70% ആൾക്കാരായിരുന്നു കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചിരുന്നത്. ആ ഒരു നീല കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഈ ഒരു കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. അപ്പൊ അതിന്റെ ആ ഒരു അളവിൽ വളരെ ഒരു കുറവാണ് ഉണ്ടായിട്ടുള്ളത്. 2018 ആയപ്പോഴത്തേക്കും കേവലം 45% മാത്രമാണ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കാരണം കെമിക്കൽ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത്, അല്ലെ, ആർക്കെങ്കിലും ഇങ്ങനെ മാരകങ്ങളായിട്ടുള്ള ഒരു വിഷങ്ങൾ അടങ്ങിയിട്ടുള്ള പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ താല്പര്യമുണ്ടോ? ഒരിക്കലും ഇല്ല, അല്ലെ. കാശ് കൊടുത്ത് നമ്മൾ രോഗത്തിന് അടിമയാവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണോ? ഒരിക്കലുമല്ല. അപ്പൊ നമ്മൾക്ക് എന്താണ് വേണ്ടത്? ഒരു തരത്തിലുമുള്ള സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാക്കാത്തതായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ആണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത്. ജൈവ വളങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ജൈവ വളങ്ങളുടെ അളവൊന്ന് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 2015 30% ആയിരുന്നു. അതാണെങ്കിലോ നമ്മൾക്ക് പോകെ 2016, 2017, 2018 ആകുമ്പോഴത്തേക്കും 55% ആൾക്കാരാണ് ബയോ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രൊഡക്ട്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആൻഷ്യന്റ് ആയിട്ട്, അതായത് പുരാതനമായിട്ടുള്ള നമ്മുടെ പാരമ്പര്യ ശാസ്ത്രമായിട്ടുള്ള ആയുർവേദത്തെയും അതോടൊപ്പം മോഡേൺ അഗ്രികൾച്ചറെയുമാണ് നമ്മൾ നമ്മുടെ പ്രൊഡക്ട്സിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ആയുർവേദം എന്ന് പറയുമ്പോഴത്തേക്കും ആയുർവേദവും കൃഷിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആയുർവേദത്തിൽ കൃഷിയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും പറഞ്ഞിട്ടുണ്ട്, അല്ലെ. ആയുർവേദത്തില് വൃക്ഷ ആയുർവേദം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വൃക്ഷങ്ങളുടെ, ചെടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വൃക്ഷ ആയുർവേദം എന്ന് പറഞ്ഞിട്ട് 2 പുസ്തകങ്ങളാണ് വരുന്നത്. ഒന്ന് സാലിഹോത്രന്റെ 400 BC വന്നിട്ടുള്ളതും സുരപാലന്റെ 1000 AD വന്നിട്ടുള്ള സുരപാലന്റെ വൃക്ഷ ആയുർവേദം എന്ന് പറഞ്ഞിട്ടുള്ള 2 പുസ്തകങ്ങളിലായിട്ട് വളരെ വിശദമായിട്ട് കൃഷിയെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കേണ്ടത്. എത്രത്തോളം ജലമാണ് നമ്മൾ നമ്മുടെ പാടത്ത് ഒഴിക്കേണ്ടത്, ഓരോ ചെടിക്കും എത്രത്തോളം ജലമാണ് ആവശ്യമായിട്ടുള്ളത്, എത്രത്തോളം വളമാണ് ആവശ്യമായിട്ടുള്ളത്, ഏതൊക്കെ കാലാവസ്ഥയിലും എപ്പോഴും പൂക്കാനും കായ്ക്കാനും വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ തരത്തിലുള്ള രോഗങ്ങളാണ് നമ്മുടെ ചെടികളെ ബാധിക്കുന്നത്, ആ രോഗങ്ങളെ എപ്രകാരം നമുക്ക് തരണം ചെയ്യാം എന്നുള്ള എല്ലാ മാർഗങ്ങളും ആയുർവേദത്തിൽ, വൃക്ഷ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം തീർത്തും, അല്ലെ, ഒരു രോഗം വന്നതിന് ശേഷം അല്ല ആയുർവേദം പ്രാധാന്യം നൽകുന്നത്, ആരോഗ്യത്തെ കാത്തു സംരക്ഷിക്കുന്നതിനാണ്. അതേപോലെ തന്നെയാണ് ചെടികളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും ആയുർവേദം വളരെയധികം ശ്രദ്ധയാണ് ചെലുത്തുന്നുള്ളത്.
നമ്മുടെ എല്ലാ പ്രൊഡക്ട്സും ഒരു തരത്തിലുള്ള മാരക വിഷങ്ങളൊന്നും തന്നെ ചേർന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്ട്സ് ഒരു ഇൻസെക്റ്റിനെ, കീടങ്ങളെ നശിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്? എപ്രകാരമാണ്? ഞാൻ ഇനിയും പറയാൻ പോകുന്ന 4 കാര്യങ്ങളിലൂടെയാണ് ഒരു കീടത്തെ അല്ലെങ്കിൽ ഒരു ഫംഗസിനെ നശിപ്പിക്കുന്നത്. അതപ്പം ഈ ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും മനസ്സിൽ ഉറപ്പിച്ചു വെക്കേണ്ടതായിട്ടുള്ളതാണ്. ഒന്നാമത്തേതാണ് അതിന്റെ മൗത്തിൽ. ഇപ്പൊ നമ്മൾ നമ്മുടെ ഇപ്പൊ ഫംഗി കവച് ഒക്കെ നമ്മൾ സ്പ്രേ അടിച്ചു അല്ലെ, ചെടികളുടെ മേലുണ്ട്. അപ്പം അത് കഴിക്കുകയാണ് ഈ പറയുന്ന കീടങ്ങളൊക്കെ. അപ്പൊ അതങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും അതിന്റെ വായില് മാൻഡിബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് എന്ത് സംഭവിക്കുന്നു? ഒരു തടസ്സമാണ് ഇതിന് നേരിടുന്നത്. അപ്രകാരം ഒരു തടസ്സം വരുമ്പോൾ പിന്നീട് അതിന് ഭക്ഷണം കഴിക്കാനായിട്ട് കഴിയുന്നില്ല. പിന്നീട് എന്താണ്? നെർവസ് സിസ്റ്റത്തെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. നെർവസ് സിസ്റ്റത്തെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും ബോഡി കംപ്ലീറ്റ് പാരാലൈറ്റിക് ആവുകയാണ്, അതായത് ചലനമറ്റ് കിടക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അതിന്റെ വായിൽ നിന്നും വെള്ളം പോലെയാണ് വരുന്നത്. അപ്പം ഇങ്ങനെ ഒരു 24 മണിക്കൂറിനകം ഈ ഒരു കീടങ്ങളൊക്കെയും ചത്തൊടുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു സ്പ്രേ അടിച്ചതിന് ശേഷം 24 മണിക്കൂറിന് ശേഷം വന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒക്കെ ഇങ്ങനെ നിലത്ത് കിടക്കുന്നത്. നിങ്ങൾക്ക് കർഷകര് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും. അപ്പൊ നമ്മുടെ ഈ എല്ലാ പ്രൊഡക്ട്സിനും 2 സർട്ടിഫിക്കേഷൻസ് ആണ് ഉള്ളത്. ഒന്ന് ഇന്ത്യക്കകത്ത് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ സർട്ടിഫിക്കറ്റും പിന്നീടോ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റും നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമ്മളുടെ പ്രൊഡക്റ്റ് നോക്കാം, ഗ്രോ മാജിക്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ക്രോപ്പ് ന്യൂട്രീഷന് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഗ്രോ മാജിക്. പേര് പോലെ തന്നെ എന്താണ്? മാജിക്കലായിട്ട്, അത്ഭുതകരമായിട്ട് ചെടിയുടെ വളർച്ചയെ സഹായിക്കുന്നതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഗ്രോ മാജിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇതെന്താണ്? ഇത് എപ്രകാരത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്? ഇതൊരു സർട്ടിഫൈഡ് നാനോ ടെക്നോളജി സൊല്യൂഷൻ ആണ്. ഇതൊരു നാനോ ടെക് സൊല്യൂഷൻ ആണ്. എല്ലാ ചെടികളുടെ ഓവറോൾ വികസനത്തിന് വേണ്ടിയിട്ട്, ഓവറോൾ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഗ്രോ മാജിക് എന്ന് പറയുന്നത്. അതും ചെറിയൊരു അളവിൽ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഗുണം നിങ്ങളുടെ ചെടിക്ക് ലഭിക്കുന്നതാണ്. അപ്പം എപ്രകാരമാണ് ഈ ചെടിക്ക് ഈ ഒരു ഗുണം കിട്ടുന്നത്? നമ്മുടെ പ്ലാന്റ്സിൽ ഒരുപാട് ഹോർമോണുകൾ അടങ്ങിയിട്ടുണ്ട്, സാലിസിലിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ഗ്രോ മാജിക്കിൽ എന്താണ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ളത്? ജാസ്മോണേറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ജാസ്മോണേറ്റ് ചെടികളിൽ കാണുന്നതായിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹോർമോൺ എന്ന് നമുക്ക് പറയാം, ജാസ്മോണേറ്റ്. അപ്പം ഒരുപാട് ചെടികളിലുണ്ട്, ജാസ്മിനിലൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. അപ്പം നമ്മുടെ ഇത് ജാസ്മിനിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ള ജാസ്മോണേറ്റ് ആണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി എന്താണ് ഈ ഒരു ജാസ്മോണേറ്റ് ഉപയോഗിച്ചത് കൊണ്ട് എപ്രകാരത്തിലാണ് ഈ ഒരു മാജിക് പ്രവർത്തിക്കാനായിട്ട്, അത്ഭുത സിദ്ധി പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ ഗ്രോ മാജിക്കിന് കഴിയുന്നത്? നമ്മുടെ ഈ ഒരു ജാസ്മോണേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ബയോട്ടിക്കും എബയോട്ടിക് സ്ട്രെസ്സിനെയും മാനേജ് ചെയ്യാനായിട്ട് കെൽപ്പുള്ളതാണ്. അപ്പൊ എന്താണ് ഈ ബയോട്ടിക്കും എബയോട്ടിക്കും? അതായത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള സ്ട്രെസ്സുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അല്ലെ, നമുക്ക് ഈ മനുഷ്യർക്ക് സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെയാണ് ചെടികൾക്കും സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്. അതായത് ഇപ്പം ഒരു പ്രദേശത്ത് വളരെ നല്ലോണം മഴ പെയ്യുന്നുണ്ട്, അപ്പൊ അതൊരു സ്ട്രെസ്സാണ്. ഇനിയോ ചില പ്രദേശങ്ങളിൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും, ഒട്ടും മഴയില്ല. ചില പ്രദേശങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു കാറ്റുണ്ടാവും, ചില പ്രദേശത്തോ കാറ്റുണ്ടാവില്ല. ചിലപ്പം അമിതമായിട്ടുള്ള ഒരു വളം കിട്ടുന്നുണ്ടാകും, അല്ലെങ്കിൽ വളമേ ഇല്ല. ചിലപ്പം മണ്ണിലൊക്കെ നിറയെ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള, അതായത് നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കാം. പക്ഷെ ചില സ്ഥലങ്ങളിലോ വളക്കൂറ് ഇല്ലാത്തതായിട്ടുള്ള മണ്ണുണ്ടാകാം. അപ്പൊ ഇതൊക്കെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ട്രെസ്സിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ജാസ്മോണേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് ഓവറോൾ ഗ്രോത്തിന് സഹായിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം എപ്രകാരമാണ് ഈ ഒരു ഓവറോൾ ഗ്രോത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചെടിയുടെ വേരിന്റെ വളർച്ചയ്ക്ക് അല്ലെ നല്ല ദൃഢമായിട്ട് മണ്ണിൽ ഉറച്ചു നിൽക്കാനായിട്ട് സഹായിക്കുന്നു. പുതിയ പുതിയ കായ്കൾ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നു. ആ കായ്കളാണെങ്കിലോ നല്ല സൈസില് അല്ലെ നല്ല പാകത്തിലുള്ള
എന്താണ് കായ്കൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു, പൂമ്പൊടികൾ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നു, പിന്നെയോ ഫ്ലവേഴ്സ്, നല്ല മണമുള്ള, നല്ല സുഗന്ധമുള്ള, നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫ്ലവേഴ്സ് ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നു. അപ്പം അതോടൊപ്പം തന്നെ ഫ്ലവേഴ്സിന്റെ കാര്യം പറഞ്ഞു അല്ലെ, അതായത് നല്ല ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഫിലമെന്റും സ്റ്റിഗ്മയും ഒക്കെയുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാകാനായിട്ടാണ് ഇത് സഹായിക്കുന്നത്. അപ്പം പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്, ഒരുപാട് വളങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അല്ലെ നേരത്തെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്നു, പഴങ്ങളൊന്നും തന്നെ പാകം എത്തുന്നതിനേക്കാളും മുൻപേ തന്നെ കൊഴിഞ്ഞു പോകുന്നു. പക്ഷെ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മുടെ ഗ്രോ മാജിക് ഉപയോഗിക്കുന്നത് കൊണ്ട് വരില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്യാനും കൂടി സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഗ്രോ മാജിക്. അത് എന്തിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു? നല്ല വേരിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു, നല്ല കായ്കൾ, പൂക്കൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന ഗ്രോ മാജിക് എന്ന് പറയുന്നത്. അപ്പൊ ഫ്രൂട്ട്സിന്റെ കാര്യം, നല്ല ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു, അതായത് നല്ല കളറ്, നല്ല ടേസ്റ്റ്, നല്ല സ്ട്രക്ചർ, നല്ല ഷേപ്പില്, നല്ല മണമുള്ളതായിട്ടുള്ള ഫ്രൂട്ട്സിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്നു. ഫ്ലവേഴ്സ് ആണെങ്കിലും അതേപോലെ തന്നെ നല്ല മണമുള്ള ഫ്ലവേഴ്സിന്റെ പ്രൊഡക്ഷൻ ആണ് ഇത് സഹായിക്കുന്നത്. ഇനിയോ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയാണ് ഇത് വർദ്ധിപ്പിക്കുന്നത്. ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഗ്രോ മാജിക് ഉപയോഗിച്ചത് കൊണ്ട് ഇപ്പൊ ഒരു 100 അരി ഉണ്ടായി എന്ന് വിചാരിക്കും. ഒരു 100 അരി നമ്മൾ എണ്ണിയെടുത്തു, ഒരു 100 അരി. ഗ്രോ മാജിക് ഉപയോഗിക്കുന്നതിനേക്കാളും മുൻപ് ഈ ഒരു 100 അരിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് സപ്പോസ് ഒരു 60 ഗ്രാം ആണ് എന്ന് നിങ്ങളൊന്ന് വിചാരിക്കൂ. നമ്മുടെ ഈ ഒരു ഗ്രോ മാജിക് ഉപയോഗിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു ക്വാളിറ്റി ആണ് കൂടുന്നത്, അതായത് അതിന്റെ വെയിറ്റിലാണ് ഉണ്ടാകുന്ന ഒരു വർധനവ്. നല്ല സൈസിലുള്ള പച്ചക്കറി ആയിക്കോട്ടെ, പഴവർഗ്ഗങ്ങളായിക്കോട്ടെ, നല്ല സൈസിലുള്ളതാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. അപ്പൊ ഈ ഒരു 100 നെല്ലിനെ നമ്മൾ എടുത്തു വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഗ്രോ മാജിക്കിന് മുൻപേ ഉപയോഗിച്ചത് 60 ഗ്രാം ആണ് അതിന്റെ വെയിറ്റ് എങ്കിൽ ഗ്രോ മാജിക് ഉപയോഗിച്ചതിന് ശേഷം അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 80-90 ആവുകയാണ് ചെയ്യുന്നത്. ഒരു വർധനവ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ജാസ്മോണേറ്റിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിഗ്നൽ കൊടുക്കുന്നതാണ്. അതായത് ഇപ്പം തൊട്ടടുത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫംഗസ് ബാധയോ എന്തെങ്കിലും ഏറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെ, ബാക്കിയുള്ള ഇലകളോട് ഇപ്പൊ ഒരു ഇലയിൽ ഒരു ഫംഗസ് ബാധിച്ചു, അപ്പൊ ബാക്കിയുള്ള ഇലകളിൽ ഇതൊരു സിഗ്നൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിക്കണം, ഈ ഇലയിൽ ഫംഗസ് ബാധിച്ചിട്ടുണ്ട് എന്നൊരു സിഗ്നൽ കൊടുക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. അതുവഴി ആ ഒരു രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തിയും കൂടിയിട്ടാണ് ഗ്രോ മാജിക് ഒരു ചെടിക്ക് നൽകുന്നത്. അപ്പം ഇത് മണ്ണില് നമ്മൾക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 100 മുതൽ 200 ഗ്രാമോളം ഗ്രോ മാജിക് മറ്റു വളങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇത് ചെടികളിൽ തളിക്കാവുന്നതാണ്. സ്പ്രിംഗ്ലർ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് തളിക്കാവുന്നതാണ്. അങ്ങനെ തളിക്കുമ്പോഴത്തേക്കും രണ്ട് കാലത്തിലാണ് നിങ്ങൾ ഇത് തളിക്കേണ്ടത്. ആദ്യത്തേത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വിത്ത് പാകി അതിൽ നിന്നും ജെർമിനേഷൻ അല്ലെ, അതിൽ നിന്നും എന്താണ് മുളച്ചിങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു 35-45 ദിവസത്തിനുള്ളിലായിട്ട് നിങ്ങൾ, അതായത് ഈ വിത്ത് പാകി അതിൽ നിന്നും മുള വന്ന് കഴിഞ്ഞ് ഒരു 35-45 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ആദ്യത്തെ സ്പ്രേ ചെയ്യേണ്ടതാണ്. കാരണം ഇതല്ലേ അല്ലെ വേരൊക്കെ ഉറച്ചു വരേണ്ട ഒരു സമയമാണ്. അപ്പൊ നന്നായിട്ട് വേര് മണ്ണിൽ ഉറയ്ക്കണം ഒക്കെ ആവശ്യമാണ് അല്ലെ, അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സമയത്ത്. പിന്നീട് അടുത്തത് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫ്ലവറിങ് ചെയ്യുമ്പോഴത്തേക്കാണ്, അതായത് പൂക്കൾ വരുന്ന സമയത്തായിരിക്കണം നിങ്ങൾ രണ്ടാമത്തെ സ്പ്രേ ചെയ്യേണ്ടത്. അപ്പോഴാണ് പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ ആ പൂക്കളൊക്കെയും എന്താണ് ഫലത്തിലേക്ക് മാറാനായിട്ടും ആ പൂക്കളിൽ പൂമ്പൊടിന്റെ ഒക്കെ അളവിനെ ഇത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ സ്പ്രേ നിങ്ങൾ ചെയ്യേണ്ടത് പൂക്കൾ ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് ആണ്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഇന്നതിനൊന്നുമില്ല, നമുക്ക് എല്ലാ വിളകളിലും അല്ലെ, നമ്മുടെ പച്ചക്കറി പഴവർഗ്ഗങ്ങളിൽ എല്ലാത്തിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അത്തരത്തിൽ ഒരു മാജിക് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഗ്രോ മാജിക് എന്ന ഈ ഒരു പ്രൊഡക്റ്റ്.